ഹലോ കൂട്ടുകാരി, അപ്പോൾ വെൽക്കം ബാക്ക് ടു അല്ലോസ് അൺബോക്സിങ്. അപ്പോൾ നമ്മൾ ഇന്നൊരു ട്രിപ്പ് പോവാണ്. ട്രിപ്പ് എന്ന് പറഞ്ഞാൽ റിസോർട്ടിലേക്ക് സ്റ്റേ ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. അപ്പോൾ ഞാനും മേലും ദേ പതിവ് പോലെ തന്നെ സ്കൂട്ടിയിലാണ്. ഞങ്ങൾ അവിടുന്ന് കുറച്ച് സാധനങ്ങൾക്ക് മേടിച്ചിട്ടോ. അങ്ങനെ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ബാക്കിയുള്ളവർക്ക് കാറിലും പിന്നെ അതുപോലെ ബൈക്കിലൊക്കെ ഉണ്ട് കേട്ടോ. ഓരങ്ങനെ ഒരു പോകുന്നുണ്ട്. ഞങ്ങൾ ഫ്രണ്ടിൽ ആദ്യം ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങളിത് ഒരുമിച്ച് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഓരൊക്കെയാണ് കേട്ടോ ആദ്യത്തേത്. അത് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ എത്തിയത് കേട്ടോ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ വണ്ടിയൊക്കെ ഉള്ളിൽ വെച്ചിട്ട് ഞങ്ങളിത് അതിൻ്റെ വീഡിയോസൊക്കെ എടുക്കായിരുന്നു കേട്ടോ. റിസോർട്ടിൻ്റെ അതിൻ്റെ പേര് വരുന്നത് ലോട്ടസ് ഗ്രോ റിസോർട്ടാണ് കേട്ടോ. അപ്പോൾ ഇത് ഒരു വീട് പോലെയാണ് കേട്ടോ ഇതിൻ്റെ സെറ്റപ്പും കാര്യങ്ങളൊക്കെ വരുന്നത്. ഫസ്റ്റ് ഗേറ്റ് എൻട്രൻസ് കടന്നാൽ നമുക്ക് വിശാലമായിട്ടുള്ള പാർക്കിംഗ് സൗകര്യം ഉണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് അടുത്ത ഗേറ്റ് കടന്നാൽ അതിനകത്ത് വീടും അതുപോലെ തന്നെ സ്വിമ്മിംഗ് പൂളും അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ്. കാരപ്പുറം നെല്ലിക്കുത്താണ് കേട്ടോ ശരിക്ക് ഈ റിസോർട്ടിൻ്റെ ലൊക്കേഷൻ വരുന്നത്. അപ്പോൾ ആവശ്യമുള്ളവർക്കൊക്കെ ഇതിൻ്റെ വീടിൻ്റെ ലാസ്റ്റ് കോൺടാക്ട് നമ്പർ കൊടുക്കുന്നതാണ്. അപ്പോൾ വീടിൻ്റെ ഫ്രണ്ട് ഭാഗത്ത് തന്നെ ഇവർ നല്ല ചെടികളൊക്കെ വെച്ചിട്ട് അടിപൊളിയാക്കി സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ വീടിൻ്റെ അകത്ത് കയറി. വീട്ടിൽ ഒരു കയറി വരുമ്പോൾ സിറ്റ് ഔട്ടും അതുപോലെ ഒരു ഹാളും 2 റൂമാണ് കേട്ടോ താഴെയുള്ളത്. പിന്നെ മുകളിൽ ഒരു വലിയ ഹാൾ പോലെ കൊടുത്തിട്ടുണ്ട്. അവിടെ ഇഷ്ടം പോലെ ബെഡുകളൊക്കെ കൊടുത്തിട്ട് 30 പേര് വരെ നമുക്ക് ഇതിൽ ഒരു പാക്കേജിൽ വരാം കേട്ടോ. ഇവിടെ കണ്ടോ ഇഷ്ടംപോലെ ബെഡുകൾ. അവിടെയൊക്കെ ആളുകളുണ്ടെങ്കിൽ അവിടെയൊക്കെ വരിച്ചിട്ട് കിടക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇതുപോലെ ബെഡുകളൊക്കെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ മക്കൾസൊക്കെ ഇത് വന്ന പാടെ ക്യാരംസ് ബോർഡ് കണ്ടപ്പോൾ അതിൽ കളിക്കാൻ വേണ്ടിയിരുന്നു കേട്ടോ. പിന്നെ ഈ റിസോർട്ടിൻ്റെ ബാക്ക് വ്യൂ എന്ന് പറഞ്ഞാൽ ഒരു അടിപൊളി ആംബിയൻസ് ഉണ്ടോ. പുറകിലൂടെ ഒരു നല്ലൊരു റിവർ ഒഴുകിക്കൊണ്ടിരിക്കുന്നുണ്ട്, ഒരു ചെറിയ വെള്ളച്ചാട്ടമൊക്കെ പോലെ. അപ്പോൾ അതിലൊക്കെ എന്തൊരു ഭംഗിയാണ് കാണുന്നോ. നമ്മളങ്ങനെ നോക്കിയിരിക്കും കേട്ടോ. അതേപോലെ നല്ല കാറ്റുമാണ്. അങ്ങനെ കുട്ടികളൊക്കെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കളിക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ ഒരു പാർക്ക് ഉണ്ട് കേട്ടോ. വിശാലമായിട്ടുള്ള പാർക്ക് ഉണ്ട് കേട്ടോ. അവിടെ കുട്ടികൾക്ക് അത്യാവശ്യം കുഞ്ഞു കുഞ്ഞു റൈഡുകളൊക്കെ ഉണ്ട്. അപ്പോൾ അവരൊക്കെ അതിൽ നല്ലപോലെ എൻജോയ് ചെയ്തിരിക്കുകയാണ്. രാത്രിയായപ്പോൾ പിന്നെ ഒന്നും പറയണ്ട, അത്രയും മനോഹരമായിരുന്നു കേട്ടോ. ഓരോരോ കാഴ്ചകളും അടിപൊളിയായിട്ട് അവർ ലൈറ്റും സെറ്റൊക്കെ ചെയ്തിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ രാത്രി കപ്പയും ചിക്കനും പിന്നെ അതുപോലെ നെയ്ച്ചോറാണ് ഉണ്ടാക്കിയത്. അപ്പം അതൊക്കെയാണ് ഞങ്ങൾ രാത്രി കഴിച്ചത്. ഈ വീടിനോട് ചേർന്നിട്ട് ഒരു കിച്ചൺ ഏരിയ ഉണ്ട് കേട്ടോ. അവിടെ നമുക്ക് പാത്രങ്ങളും കാര്യങ്ങളും കുക്കിംഗ് ചെയ്യാനുള്ളതൊക്കെ സാധനങ്ങളൊക്കെ അവൈലബിൾ ആണ്. നമ്മൾ ഫുഡ് ഉണ്ടാക്കാനുള്ള സാധനങ്ങൾ മാത്രം കൊണ്ടുവന്നാൽ മതി കേട്ടോ. ഇവരിതിന് മുകളിലായിട്ട് ഒരു പാലം പോലെ ഒരു സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഇടയിലൊരു സിറ്റിംഗ് ഏരിയ ഒക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഫോട്ടോസൊക്കെ അടിപൊളിയായിട്ട് എടുക്കാൻ പറ്റും ആ റിവറിൻ്റെ നേരെ ഫോക്കസ് ചെയ്തിട്ട്. അപ്പോൾ അതേ രാത്രിക്കത്തെ വ്യൂ ആണ് കേട്ടോ. പിന്നെ ഞങ്ങളിത് രാവിലത്തെ വ്യൂ എടുത്തത്. അപ്പോൾ നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ. കുറച്ച് ലേറ്റായിട്ട് എണീക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളൊരു 6 മണി കഴിഞ്ഞ ശേഷമാണ് എണീറ്റത്. അതിലും കുറച്ച് മുമ്പ് എണീറ്റെങ്കിൽ കുറച്ച് കോടയും മഞ്ഞൊക്കെ കാണാമായിരുന്നു കേട്ടോ. അപ്പോൾ തന്നെ മഞ്ഞൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ പുഴയിലൂടെ വെള്ളം നല്ല പോലെ ഒഴുകിക്കൊണ്ടിരിക്കുന്നുണ്ടോ. ഇന്നലെ രാത്രി നല്ല പോലെ മഴ ഉണ്ടായിരുന്നേ. അപ്പോൾ ഞങ്ങൾ ഇന്നലെ വന്നപ്പോൾ കലക്കം വെള്ളം പോലെയായിരുന്നു. പക്ഷെ ഇന്ന് രാവിലെ ഇപ്പോൾ നല്ല പോലെ തെളിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാൻ കണ്ട സിറ്റിംഗ് ഏരിയ കണ്ടില്ലേ, നല്ല ഭംഗിയുള്ള കാണാൻ. അപ്പോൾ ആ കുട്ടീസൊക്കെ എണീച്ചൊക്കെ പാർക്കിൽ കയറി നല്ല കളിയാട്ടോ. കൂടെ ആപ്പാപ്പയും കൂടിയിട്ടുണ്ട്. പിന്നെ മക്കൾസൊക്കെ സ്വിമ്മിംഗ് പൂളിൽ ഇറങ്ങിയിട്ടോ. ഇന്നലെ രാത്രി ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ വീഡിയോ എടുത്തിട്ടില്ല. പിന്നെ അതുപോലെ മക്കൾസും ഞങ്ങളൊക്കെ ഇതേപോലെ ഫുഡൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് വേഗം സ്വിമ്മിംഗ് പൂളിലേക്ക് ഇറങ്ങി. അങ്ങനെ ഞങ്ങൾ ഇന്നലെ വൈകുന്നേരം 6 മണിക്കാട്ടോ ഇവിടെ വന്നിട്ടുള്ളത്. അപ്പോൾ ഞങ്ങൾക്ക് 2 മണിയായപ്പോൾ ചെക്കൗട്ട് ചെയ്യാൻ സമയമായി. അങ്ങനെ ഞങ്ങളെ ഈ സ്ഥലത്തിനോട് വിട പറയാം കേട്ടോ. ആർക്കും വീട്ടിൽ പോരാനും പൂതിയൊന്നുമില്ല, എല്ലാവരും നല്ല സങ്കടത്തിലാട്ടോ. അപ്പോൾ അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് വേണ്ടവർക്ക് നമ്പർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ കോൺടാക്ട് ചെയ്താൽ മതി. ബായ്.